ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ഇന്ന് അറബ് വിദേശകാര്യമന്ത്രിമാർ ദോഹയിൽ യോഗം ചേരും. ഇസ്രായേലിനെതിരെ തയ്യാറാക്കിയ കരട് പ്രമേയം ചർച്ച ചെയ്യും. ഉച്ചകോടി നടക്കുന്ന ഷെറാറ്റൺ ഹോട്ടലിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുകയാണ്. അബ്ബാസ്, അറബ് ഇസ്ലാമിക ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാനൊരുങ്ങുകയാണോ രാജ്യങ്ങൾ? ദിവ്യ, നമ്മളിപ്പോൾ ഷെറാട്ടൺ ഹോട്ടലിലല്ല, അതാദ്യമേ പറയട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് മീഡിയക്കായിട്ട് മാത്രം അനുവദിച്ച മീഡിയ സെന്ററിലാണ്. ദോഹയിലെ ദോഹ എക്സിബിഷൻ സെന്ററിലാണ് ഈ ഓഫീസ് ഉള്ളത്. എൻ്റെ പിന്നിൽ കാണാവുന്ന ലോകത്തു നിന്നുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഇന്നത്തെ ഈ അടിയന്തര അറബ് ഉച്ചകോടി, 2 ദിവസം നടക്കുന്ന അറബ് ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് ഇന്ന് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലാണ് ഇന്ന് മന്ത്രിതല കൂടിക്കാഴ്ച, അഥവാ നാളെ നടക്കുന്ന അടിയന്തര അറബ് ഉച്ചകോടിക്ക് വേണ്ട കരട് പ്രമേയം ഇന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനമാക്കുന്നത്. ഇന്ന് ഖത്തർ സമയം 11 മണിയോടുകൂടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. അതോടുകൂടെ ഔദ്യോഗികമായി ദോഹ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഇസ്രായേലിനെതിരെ ലോകത്ത് എന്ത് തരത്തിലുള്ള നടപടിയാണ്, ഏത് തലത്തിലാണ് നീങ്ങേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, അതിന്റെ ചർച്ചയ്ക്ക് തുടക്കമാകും. അതുപോലെ ഇന്ന് അദ്ദേഹത്തിന് പുറമെ അറബ് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് OICയുടെ കോർപ്പറേഷന്റെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ജനറൽ സെക്രട്ടറി ജനറലും ഈ 2 പേരും ഇന്ന് ഈ യോഗത്തെ, അഥവാ പ്രതിനിധി സംഘത്തെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം വൈകിട്ട് 3 മണിയോടുകൂടി ഈ സമ്മേളനം അവസാനിക്കും. മന്ത്രിതല സമിതിയുടെ കൂടിക്കാഴ്ച അവസാനിക്കും. നാളെയാകും ഇതുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം ചർച്ച ചെയ്ത ശേഷം ഇവർ ഒരു കൺസെൻസസിലൊരു സമവായത്തിലെത്തിയതിനു ശേഷം നാളെ അടിയന്തര ഉച്ചകോടിക്കായി സമ്മേളിക്കുക. ദിവ്യ, നാളെയാണ് ഉച്ചകോടി. അറബ് ഇസ്ലാമിക് ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യുന്ന ഏക ഇന്ത്യൻ ചാനലാണ് മീഡിയ 1. തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് അബ്ബാസ്.